സച്ചു വൈകുന്നേരം സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നേക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണിത്. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ആമസോണിൽ നിന്ന് ഫുഡ് സ്പാ മസാജർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് മാറ്റി വെച്ചാൽ ഇതെങ്ങനെ വർക്കിംഗ് ആണോ എന്താ കണ്ടീഷൻ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം അതിന്റെ മാക്സിമം ലെവലൊക്കെ നോക്കി വെള്ളമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ടൈമർ ഞാനൊരു 10 മിനിറ്റിന്റെ ടൈമർ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതിന് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വെള്ളം ചൂടായി കിട്ടും, ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ മസാജ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഷവർ പോലെ നമ്മുടെ കാലിലേക്ക് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും, അങ്ങനെ കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കി എങ്ങനെയുണ്ട് എല്ലാം വർക്കിംഗ് അല്ലേ എന്നൊക്കെ ഉള്ളത് നോക്കാണ് കേട്ടോ. അപ്പൊ 10 മിനിറ്റിന് ഞാൻ ആ ടൈമർ നിർത്തിയിട്ട് വേഗം സനോവിന് തന്നെ കൊടുത്തു. കാരണം നമുക്ക് തിരക്കുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് തപ്പി എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നിട്ട് നിർത്തുക എന്നുള്ള പരിപാടിയാണ്. അപ്പൊ ഇത് ശരിക്കുണ്ടല്ലോ, നമുക്ക് എപ്സം സോൾട്ട് ഒക്കെ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ അതാണ് കൂടുതൽ ബെനിഫിറ്റ് എന്നാ പറയുന്നത്. പക്ഷേ ഇതിപ്പോ നമ്മൾ ഇന്ന് വന്നല്ലേ ഉള്ളൂ, അത് കാരണം പിന്നെ വാങ്ങിയില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ എപ്സം സോൾട്ട് ഒക്കെ വാങ്ങി ഉപയോഗിച്ചു കേട്ടോ. പക്ഷെ നല്ല അടിപൊളി സാധനമാണ്, എനിക്ക് ഇഷ്ടമായ ഈ മസാജർ എല്ലാം സെറ്റിംഗ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സാധനം എന്തായാലും പൊതുവെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സനവിന്റെ കഴിഞ്ഞിട്ട് ഡുമുട് വന്നിരിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പൊ ഞാൻ ഡുമുടിനെ വേഗം ഓടിച്ചപ്പോൾ അത് സച്ചുനെ കൊണ്ടുപോയി എടുത്തിട്ടോ, കാരണം അത് കഴിഞ്ഞ് അവളെ വേഗം കുളിപ്പിക്കാൻ പറ്റണം. അപ്പൊ അവളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ലൈവായിട്ട് തന്നെ വോയിസ് ചെയ്തേക്കാം. നല്ല ടിക്ലി ഫീലിംഗ് ആയിരുന്നു എന്നാണ് കേട്ടോ അവള് പറഞ്ഞത്. അപ്പൊ അവൾ ആ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് പിന്നെ അവളെ വേഗം ഞാൻ കുളിക്കാനായിട്ട് ഓടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡുങ്കുടൂനും ആ സെറ്റ് ചെയ്യണല്ലോ. 10 മിനിറ്റിൽ നമ്മൾ എല്ലാവരും നോക്കി കഴിഞ്ഞു കേട്ടോ, ഒരു ടെസ്റ്റിംഗ് നടത്തി. അങ്ങനെ ഡുങ്കുടൂന്റെ നമുക്ക് ലൈവ് എക്സ്പീരിയൻസ് കേൾക്കാം. No, but then after a bit it feels nice. Actually, it feels nice. Like the fish in the fish spa. ഫിഷ് സ്പാ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫീൽ ഉണ്ടെന്നാണ് കേട്ടോ അവള് പറയണേ. എനിക്ക് ഞാൻ ഫിഷ് സ്പാ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ എന്തായാലും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ മസാജറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം. അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും ഞാൻ കുളിപ്പിക്കാനൊക്കെ കഴിച്ചിട്ടുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞതാ. സച്ചുന് ഇന്ന് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസിന്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അവളെ വേഗം ഒരുക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. പിന്നെ നിർത്തിയും ഒക്കെ ഒന്നൊക്കെ സെറ്റാക്കി ഞാൻ അങ്ങനെ കൂടുതൽ ഡ്രസ് മറ്റേ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. കോലാട്ടം ഡാൻസ് ആണ് അവൾ കളിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എല്ലാം ചെയ്ത് ഇവളെ ഒന്ന് ഒരുക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് പോയി ഒന്ന് റെഡി ആവാൻ പറ്റുള്ളൂ. അപ്പൊ അവളെ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം അവളെ ഞാൻ നേരെ താഴത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു സനോവിന്റെ അടുത്തേക്ക്. അപ്പൊ അവളുടെ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും എല്ലാം നമ്മൾ ഒരുങ്ങി കഴിഞ്ഞാൽ അതിലൊക്കെ എടുക്കണമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാനും വേഗം പോയി റെഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കോലാട്ടം ഡാൻസ് ആണല്ലോ, കോലെടുക്കാൻ മറക്കരുത് പ്രത്യേകം മിസ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം നമ്മൾ കോലൊക്കെ എടുത്ത് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇവിടുന്ന് നമ്മൾക്ക് ഒരു അരമണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ. പക്ഷെ ട്രാഫിക് ഒക്കെ വൈകുന്നേരമാണ്. നമുക്ക് ഏകദേശം ഇതന്നെ ഉണ്ടല്ലോ, ഒരു 6-6:30-7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ സമയം. 8 മണിയാകുമ്പോഴാണ് 7:30-ക്കാണ് പ്രോഗ്രാം പറഞ്ഞത്. അപ്പൊ 6:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങി. ബീസ്റ്റൺ അമ്പലത്തിലായിരുന്നു പ്രോഗ്രാം. അവിടുത്തെ ഉത്സവത്തിനോട് അനുബന്ധിച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പൊ ഞങ്ങൾ അവിടെ നല്ല തിരക്കായിരിക്കും. അപ്പൊ അതിന്റെ മുന്നിൽ കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇത്തിരി മാറിയാണ് കാറൊക്കെ പാർക്ക് ചെയ്തേ. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അപ്പൊ ഉത്സവം പ്രമാണിച്ച് തേരും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം അതെല്ലാം കഴിഞ്ഞ് നേരെ അകത്തോട്ട് കയറ്റി മിസ് പിന്നെ ഫൈനൽ ടച്ച് ഒക്കെ അവർക്ക് ചെയ്ത് കൊടുക്കും. എല്ലാം ഓക്കെ ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി ഒരു പ്രാവശ്യം പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ചു കൊടുത്ത് അതിനുശേഷമാണ് അമ്പലത്തിൽ കയറി ഡാൻസിന്റെ പ്രോഗ്രാം. പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡാൻസിന്റെ പ്രോഗ്രാം. ഡാൻസിന്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അവരുടെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു പാട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ പ്രോഗ്രാമായിട്ട്. നല്ല പാട്ടൊക്കെ ആയിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവര് മിസ്സിന്റെ കൂടെ ആ ഗ്രൂപ്പിലെ എല്ലാ കുട്ടികളും കൂടി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണു. സച്ചിന്റെ സിംഗിൾ ഫോട്ടോ ഒക്കെ ഞാൻ മിസ്സിന്റെ കൂടെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. മിസ്സിന്റെ പേര് കൊബഹ എന്നാണ്. അപ്പം ഇവരെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്ന മിസ്സാണ് കേട്ടോ. അപ്പൊ ഇവര് കുറച്ചുപേര് ഉള്ളവരൊക്കെ വെച്ചിട്ട് കുറച്ചുപേര് ഇങ്ങനെ എന്താ പറയാ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇതല്ല ഫുള്ള് ഗ്രൂപ്പ് ഇവിടെ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഗ്രൂപ്പ്സിനെ എല്ലാവരും കൊണ്ടുവന്ന് പല പല പോസിലൊക്കെ നിർത്തി നമ്മൾ ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട്. കാരണം അതോടുകൂടി പിന്നെ നമ്മുടെ അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവർക്ക് ആ സമയത്ത് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പൊ അതിന്റെ ഇടയിൽ രാമു സീതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിലൂടെ ആൾക്കാർ പലരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടുന്ന് പിരിയുന്നത്. അപ്പൊ അങ്ങനെ കുറച്ചേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ വട്ടം ചുറ്റിയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.